എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെന്താ നിങ്ങൾക്കറിയോ? ഏപ്രിൽ 24-ന്. അപ്പം അന്ന് സുരേഷ് ഏട്ടൻ എനിക്ക് സമ്മാനിച്ച ഷോളാണിത്. സുരേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു, ആത്മാർത്ഥമായി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്കും വേണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഏട്ടൻ ഇത് എനിക്ക് തന്നത്. നമ്മുടെ കേരളത്തിലുള്ള ചില കുത്തിത്തിരിപ്പൻ പാർട്ടികളും ചില മതവിഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിൽ താമര വിരിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, ആത്മാർത്ഥമായും സത്യസന്ധമായും ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ജനങ്ങൾ വോട്ട് നൽകും. അതാണ് നമ്മൾ തൃശ്ശൂർ കണ്ടത്. അവിടെ തൃശ്ശൂർ ഒരുപാട് വർഷങ്ങളോളായിട്ട് സുരേഷ് ഏട്ടന് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും കളിയാക്കുന്ന വർഗീയവാദി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അധ്യക്ഷൻ സുരേന്ദ്രജിക്കും വയനാട് നല്ല മാറ്റമുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം 74,000-ഓളം വോട്ടുകളുണ്ടായിരുന്ന വയനാട് ഈ പ്രാവശ്യം ഇരട്ടിയാണ് കണ്ടത്. എന്ന് വെച്ചാൽ 1.5 ലക്ഷത്തോളം ഈ പ്രാവശ്യം സുരേന്ദ്രജിക്ക് വോട്ടുകൾ കിട്ടിയത്. അതായത് ബൂത്ത് തലം മുതൽ എല്ലാ ചെറിയ നേതാക്കൾ മുതൽ വലിയ നേതാക്കൾ വരെ ആത്മാർത്ഥമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ മാറ്റമാണ് സുരേന്ദ്രജിക്ക് വയനാട് 74,000-ൽ നിന്ന് 1.5 ലക്ഷത്തോളം വോട്ട് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ BJPയിൽ മുഖ്യമന്ത്രി വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ കുത്തിത്തിരിപ്പന്മാർ പിന്നെ ഒന്നിൽ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതുപോലെ ചില കുത്തിത്തിരിപ്പന്മാരൊക്കെ പറയുന്നുണ്ട്, കേരളത്തിൽ താമര വിരിഞ്ഞു, പക്ഷേ മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഇവിടെ കോൺഗ്രസിനല്ല കിട്ടിയത്. ഇതൊക്കെ പൊട്ടത്തരം പറയാട്ടോ. ഈ കോൺഗ്രസ്സിന് ഒറ്റക്കാണെങ്കിൽ എത്ര സീറ്റുകളാണ് ഉള്ളത്? കോൺഗ്രസ്സിന് മാത്രം നോക്കുകയാണെങ്കിൽ BJPൻ്റെ 4 ഭാഗം സീറ്റ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളെ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് മോദിജി വർഗീയവാദികളാണ്, മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാന്നാണ് ഇവിടെ ചിലരൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടക്കില്ല ഇനി. കാരണം എല്ലാ മനുഷ്യരും മനസ്സിലാക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ചില കോൺഗ്രസ്സിലെയും മാർക്സിലൊക്കെ ചില നേതാക്കളെ നാടകങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് മുസ്ലിം കുടുംബങ്ങളില്ല തറവാട്ടിൽ ചെന്ന് പാട്ടുകളിൽ പങ്കെടുക്കുക, ഡാൻസ് കളിക്കുക, ഒപ്പന കളിക്കുക, അതുപോലെ നബിയുടെ ജന്മദിനത്തിന് ചെന്നിട്ട് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. അതൊന്നും വേണ്ടാന്നല്ലേ പറയണട്ടോ. നബിദിനത്തിന് ചെന്നിട്ട് പാട്ട് പാടുക, അതുപോലെ മുസ്ലിംസിൻ്റെ വലിയ കുടുംബത്തിൽ ചെന്ന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഒപ്പന കളിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ എങ്ങനെ ആയിരിക്കണമെന്നോ, കോൺഗ്രസ്സിലും മാർക്സിലും ഹിന്ദുക്കളായിട്ടുള്ള നേതാക്കൾ ഇങ്ങനെ നാടകം കളിക്കുമ്പോൾ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആദ്യം അവർ ഹിന്ദുക്കൾ ആചാരം കൊണ്ട് നടക്കുന്നുണ്ടോ നോക്കുക. അതായത് നമുക്കെല്ലാവർക്കും ഓരോ മതഗ്രന്ഥങ്ങളുണ്ട്. ഖുറാന്, ബൈബിള്, ഭഗവത്ഗീത. ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ള ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് സ്വന്തം ഗ്രന്ഥമായിട്ടുള്ള അതിലെ ആചാരങ്ങളൊക്കെ പുച്ഛിച്ച് നബിൻ്റെ ജന്മദിനത്തിലും മറ്റ് വലിയ തറവാട്ടിലും ചെന്ന് പാട്ടും ഡാൻസും കളിക്കുക. എന്നിട്ട് ഇപ്പം എന്തുണ്ടായത്? കളിച്ച് നാടകം കളിച്ച നേതാക്കൾ തോറ്റും ചെയ്തു. അതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടെന്നോ, ഈ മുസ്ലിംസ് അറിയുന്നത് ഇപ്പോൾ പഴയ പോലെ പൊട്ടന്മാരും പൊട്ടത്തിയാളൊന്നുമല്ല. പണ്ടൊക്കെ പറഞ്ഞാൽ അവർക്ക് മതപഠനം മാത്രമുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരും തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ സ്ഥാനങ്ങളിൽ എത്താൻ തുടങ്ങി. അവർക്കും പഠിപ്പും വീരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നാടകമൊന്നും കേരളത്തിൽ ചിലവാകൂല. അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളായാലും ചിന്തിക്കണം എന്താണെന്നറിയോ? BJP ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ആരാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അവരെ കൂടെ നിൽക്കുന്നില്ല ചിന്താഗതിക്കാരായിട്ടുണ്ട് ഈ മുസ്ലിംസും ക്രിസ്ത്യൻസൊക്കെ. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്തിട്ട് നമ്മൾ കാര്യമല്ല. നിങ്ങൾ സുരേഷ് ഗോപിനെ കണ്ട് പഠിക്ക്. സുരേഷ് ഗോപി എന്താ ചെയ്യണത്? ആദ്യം അദ്ദേഹത്തിൻ്റെ അവരെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും, ആ ആചാരങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടെ തന്നെ നമ്മുടെ ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. സുരേഷ് ഏട്ടന് തൃശ്ശൂർ ഒരു മുസ്ലിം ഏരിയ സന്ദർശിച്ചു. ഏകദേശം അവിടെ ഒരു 60-70 മുസ്ലിം സ്ത്രീകൾ വന്നു. അവരെ സ്നേഹപ്രകടനം നിങ്ങൾ കാണണമായിരുന്നു സുരേഷ് ഏട്ടനോടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓരോ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും പോയപ്പോൾ അവിടേക്കുള്ള അച്ഛന്മാരെയും അതുപോലെ ഉസ്താദ്മാരെയൊക്കെ ബഹുമാനം അതൊക്കെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യണത്? അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. മറ്റുള്ള മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും പുച്ഛിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഏട്ടൻ്റെ കൂടെ ദൈവം കൂട്ടുനിന്നു. സുരേഷ് ഏട്ടൻ വിജയിച്ചു. പിന്നെ വേറെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ പൊരിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുക, ആ സമയത്ത് മോദിജി അവിടെ ഇവിടെയും പോയി കടലിലും പാറമ്മലും ഒക്കെ പോയി പ്രാർത്ഥിക്കുകയാണ്, ഇരിക്കുകയാണ്, മന്ത്രം ചൊല്ലുകയാണ്, നാടകമാണ് ഇതൊക്കെ. കായലിലോ കടലിലോ കന്യാകുമാരിയിലോ പാറമ്മലോ ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണം നിങ്ങൾ കണ്ടും ചെയ്തില്ലേ? എത്ര പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്നു? അതിൻ്റെ പ്രാർത്ഥനൻ്റെ ഫലം ഇവിടെ കണ്ടില്ലേ? വെറൊരു സുരേഷ് ഗോപി മാത്രമല്ല, ഇവിടെ ശരിക്ക് 4 താമരകൾ വിരിഞ്ഞു എന്ന് പറയാം. ചെറിയ ഓരോ മാറ്റങ്ങൾക്കല്ലേ മറ്റുള്ള താമരകൾ താഴെ പോയത്. എല്ലാ താമരകൾക്കും ഇവിടെ ചലനമുണ്ടായി. എന്തായാലും ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാനുള്ളത്, നമ്മുടെ മോദിജിയെ പോലുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ദൈവഭക്തിയുമുള്ള പ്രധാനമന്ത്രിമാർ ഇനിയും നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുള്ളൂ. രാജ്യം രക്ഷപ്പെട്ടാലേ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഓരോ രാജ്യങ്ങളിലും എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും കൊല്ലപ്പെടുന്നത് കാണുന്നില്ലേ? ഇതൊക്കെ ഒരു മതത്തിനെ ചൊല്ലിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്നേഹം, സമാധാനമാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.